നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. വഖഫ് ഭേദഗതി നിയമ ബില്ലിന് ഇപ്പോൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ അംഗീകാരം. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ബില്ലിനെ അനുകൂലിച്ച് 16 എംപിമാർ കട്ടയ്ക്ക് നിലപാടെടുത്തു. ബില്ലിനെ എതിർത്തത് 10 എംപിമാർ. ബില്ലിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വേണമെന്ന് പ്രതിപക്ഷ എംപിമാർ. എന്നാൽ കൂടുതൽ ചർച്ചകൾ അനുവദിക്കാതെ ചെയർമാൻ ശക്തമായ നിലപാടെടുത്തു. ഇപ്പോഴിതാ അന്തിമ റിപ്പോർട്ട് തയ്യാറായി എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. പ്രതിപക്ഷത്തിനെ കേൾക്കാൻ ഭരണപക്ഷം തയ്യാറായില്ലത്രേ. ഭരണപക്ഷം നിർദ്ദേശിച്ച ചില ഭേദഗതികൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ചെയർമാൻ ജഗദാംബിക പാൽ പറയുന്നു. വഖഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്തിമ യോഗത്തിലും പ്രതിപക്ഷം ബഹളം വെച്ചു. ചർച്ചയ്ക്ക് തയ്യാറാകാതെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ചില വ്യവസ്ഥകളിൽ മാറ്റം വേണമെന്ന് NDA സഖ്യകക്ഷികളായ JDU-വും തെലുങ്ക് ദേശം പാർട്ടിയും ആവശ്യപ്പെട്ടു. ബജറ്റ് സമ്മേളനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന നിലപാടിൽ ചെയർമാൻ ഉറച്ചുനിന്നു. വഖഫ് ഭേദഗതി നിയമ ബിൽ പാസ്സാകാനുള്ള ആദ്യ കടമ്പ കഴിഞ്ഞു. ഇനി പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കുക എന്ന അടുത്ത ഘട്ടം. പ്രതിപക്ഷത്തിന് കാര്യമായ റോൾ ഇനി ഈ ബില്ലിന്റെ കാര്യത്തിലില്ല. വഖഫ് ഭേദഗതി നിയമ ബിൽ പാസ്സാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ നിയമസഭ നേരത്തെ പ്രമേയം പാസ്സാക്കിയിരുന്നു. ഭരണ പ്രതിപക്ഷം ഒരുമിച്ചായിരുന്നു അത്തരമൊരു പ്രമേയം അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തത്. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയതോടെ ഇപ്പോൾ ബില്ലിന്മേലുള്ള മറ്റ് ആശങ്കകൾ ഒഴിഞ്ഞു. DMK അംഗം A രാജ ശക്തമായ പ്രതികരണങ്ങളുമായി മാധ്യമപ്രവർത്തകരുടെ മുന്നിലെത്തി. അസാധാരണ നടപടിയാണ് JPC യോഗത്തിലുണ്ടായത്. ഏകപക്ഷീയമായി ചെയർമാൻ തീരുമാനങ്ങളെടുത്തു. JPCയുടെ തീരുമാനം പാർലമെന്റിൽ തങ്ങൾ ശക്തമായി എതിർക്കുമെന്നാണ് A രാജ പറയുന്നത്. ബില്ല് പാസാക്കിയാൽ അത് നിയമപരമായി നേരിടും. വഖഫ് ഭേദഗതി നിയമപരമായി നിലനിൽക്കില്ല. ദില്ലി തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് വഖഫിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. പ്രതിപക്ഷം കൊണ്ടുവന്ന മുഴുവൻ ഭേദഗതികളും തള്ളിക്കളഞ്ഞതാണ് അവരെ ഇത്രയധികം ചൊടിപ്പിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡുകളുടെ ഭരണരീതിയിൽ നിരവധി മാറ്റങ്ങൾ ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ഇതുപ്രകാരം അമുസ്ലിങ്ങളായ 2 പേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഇടം നേടും. വഖഫ് കൗൺസിലിന് ഇനി ഭൂമി അവകാശപ്പെടാനും കഴിയില്ല. NDA കൊണ്ടുവന്ന 14 ഭേദഗതികളും അംഗീകരിച്ചു. പ്രതിപക്ഷ അംഗങ്ങൾ 100 കണക്കിന് ഭേദഗതികൾ കൊണ്ടുവന്നു. പക്ഷേ എല്ലാം ചവിറ്റുകുട്ടയിൽ. നേരത്തെ തന്നെ പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഭേദഗതികൾ വോട്ടിങ്ങിലൂടെ പരാജയപ്പെടുത്തുമെന്ന് JPC മീറ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ പറഞ്ഞിരുന്നു. ഭേദഗതികൾ പാസാക്കുന്നത് ജനാധിപത്യ രീതിയിലാണ്. അതല്ലാതെ പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഏകപക്ഷീയ രീതികൾ ഇതിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്ന് ചെയർമാൻ നിലപാടെടുത്തു. യോഗത്തിൽ ഒരു നിയമവും നടപടിക്രമങ്ങളും പാലിക്കപ്പെടുന്നില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജി പറഞ്ഞു. എന്താണോ BJP നേരത്തെ തീരുമാനിച്ചത് അതാണവർ ഇന്ന് നടത്തിയെടുത്തിരിക്കുന്നത്. ഞങ്ങളെ സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. നവംബർ 29-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് JPCയോട് ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നീട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം അവസാനിക്കുന്ന ഫെബ്രുവരി 13 വരെയായി സമയപരിധി നീട്ടി നൽകുകയായിരുന്നു. വഖഫ് നിയമം കാടത്തം നിറഞ്ഞതും കിരാതവും അപരിഷ്കൃതവുമാണ് എന്ന ആരോപണമാണ് പലരും ഉയർത്തിയത്. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം വിഭാഗക്കാരുടെ സ്വത്തുക്കളെല്ലാം നിയമത്തിന്റെ ഭീഷണി നിഴലിലാക്കുന്നതാണ് വഖഫ് നിയമം. മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിലും നിയമസഭയിലുമൊക്കെ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ശക്തമായി എതിർത്തിരുന്നു. ബിൽ പിൻവലിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ 15-ന് കേരള നിയമസഭയിൽ മന്ത്രി V അബ്ദുറഹ്മാൻ അവതരിപ്പിച്ച പ്രമേയം ഐക്യകണ്ഠേനയാണ് പാസാക്കിയത്. ഭരണഘടന അനുവദിക്കുന്ന മൗലികാവകാശങ്ങൾ, വിശ്വാസ സ്വാതന്ത്ര്യം, ഫെഡറലിസം, മത നിരപേക്ഷത, ജനാധിപത്യം, പൗരാവകാശം എന്നിവയിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും സാധ്യമല്ലെന്നും ഭേദഗതി നിയമത്തിലെ നിരവധി വ്യവസ്ഥകൾ സ്വീകാര്യമല്ലാത്തതിനാൽ ബിൽ അംഗീകരിക്കാനാവില്ല എന്നും കേരള നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറഞ്ഞിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ നിങ്ങളുടെ വീടിന് മുന്നിലും വഖഫ് സ്വത്ത് എന്ന പേരിലുള്ള ബോർഡ് വന്നേക്കാം എന്ന തരത്തിൽ വിമർശകർ രംഗത്തെത്തിയതോടെ കേരള സർക്കാർ ആകെ പ്രതിരോധത്തിലായി. കേരളത്തിൽ ശക്തമായ എതിർപ്പാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരായ കേരള സർക്കാരിന്റെ സമീപനത്തോട് ഉണ്ടായത്. 1953-ൽ പാർലമെന്റിൽ കോൺഗ്രസ് വഖഫ് നിയമം പാസാക്കി. 1995-ൽ നരസിംഹറാവു സർക്കാർ ഈ കിരാത നിയമം ക്രൂര വകുപ്പുകൾ ചേർത്ത് പരിഷ്കരിച്ചു. 2013-ൽ മൻമോഹൻ സിംഗ് സർക്കാർ വീണ്ടും കാടൻ വ്യവസ്ഥകൾ അടിച്ചേൽപ്പിച്ച് ഈ അപരിഷ്കൃത മനുഷ്യാവകാശ ലംഘന നിയമം പരിഷ്കരിച്ചു. സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം
2024 ഓഗസ്റ്റ് 22-നാണ് ചേർന്നത്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ചിരുന്നു എങ്കിലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് JPCക്ക് ഈ ബിൽ പഠിക്കാനായി വിട്ടു നൽകിയത്. ചർച്ചകൾക്ക് ശേഷം JPCയുടെ നിർദ്ദേശത്തോടുകൂടി വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. വഖഫ് നിയമത്തിൽ 40 ഭേദഗതികളാണ് ഈ ബില്ലിലൂടെ കൊണ്ടുവന്നത്. വഖഫ് കൗൺസിലുകളിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും ഇനി മുതൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക, UPA സർക്കാരിന്റെ കാലത്ത് വഖഫ് ബോർഡുകൾക്ക് നൽകിയ കൂടുതൽ അധികാരം എടുത്തുകളയുക എന്നിവയായിരുന്നു ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ചത്. ഒരു രാജ്യം ഒരു നിയമം എന്നത് യാഥാർത്ഥ്യമാക്കാൻ വഖഫ് ബോർഡ് ഇല്ലാതാക്കണമെന്ന ആവശ്യവുമായി BJP പരസ്യമായി രംഗത്തെത്തിയിരുന്നു. വഖഫ് ബില്ലിനെ പിന്തുണച്ച് പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ മേൽക്കൈ നേടാൻ ഇമെയിൽ ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ BJP മതിയായ നിയമപരിശോധനകളില്ലാതെ പല ഭൂമിയിലും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വഖഫ് നിയമത്തിനെതിരെ ശക്തമായ വികാരങ്ങൾ ഉണർന്നു. വ്യക്തികളുടെ ഭൂസ്വത്ത് അവകാശത്തെയും സാമൂഹിക സൗഹാർദ്ദത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ മാറി. വഖഫ് ബോർഡുകളുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയില്ല എന്ന ആക്ഷേപമുയർന്നു. അധികാര ദുർവിനിയോഗം നടത്തുന്നതായ ആക്ഷേപങ്ങൾ മറുവശത്ത്. ഭൂമി തർക്കങ്ങൾ ജുഡീഷ്യൽ നടപടികൾക്ക് വിധേയമാക്കണമെന്ന് ശുപാർശ ചെയ്യുന്ന തലത്തിലേക്ക് ഒടുവിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ എത്തി നിൽക്കുന്നു. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ എത്തിക്കുന്നതിലൂടെ BJP മറ്റൊരു വാഗ്ദാനം കൂടി ഇപ്പോൾ പാലിക്കാനൊരുങ്ങുകയാണ്. പാർലമെന്റിൽ പ്രതിപക്ഷം എത്ര പ്രതിഷേധ സ്വരം ഉയർത്തിയാലും ഈ ബില്ലിന് ഇനി മറ്റ് തടസ്സങ്ങളൊന്നും കേന്ദ്ര സർക്കാരിന്റെ മുന്നിലില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.